മുൻ CAG വിനോദ് റായിക്ക് എതിരായിട്ട് ഒരു MP കൊടുത്തിരുന്ന ഒരു ഡിഫമേഷൻ കേസിൽ അദ്ദേഹം വിനോദ് റായി ക്ഷമാപണം ചെയ്തു എന്നുള്ള വാർത്തയുണ്ടായി. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം ഒരു ചാനലിന് അദ്ദേഹം കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ഭംഗ്യന്തരേണ പ്രധാനമന്ത്രിയെ പരാമർശിച്ചു. പ്രധാനമന്ത്രിക്ക് എതിരായിട്ടുള്ള ഒരു റിപ്പോർട്ട്, ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്നൊരു പ്രഷർ ആ കേസ് കൊടുത്ത MP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതായിരുന്നു ആരോപണം. ആ കേസിലാണ് വിനോദ് റായി ക്ഷമാപണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്ഷമാപണം കൊണ്ട് ചില തെറ്റിദ്ധാരണകൾ പരന്നിട്ടുണ്ട്. അതായത് ഓഡിറ്റ് റിപ്പോർട്ട് മൊത്തം തെറ്റാണെന്നുള്ളൊരു ഇൻ്റർപ്രിട്ടേഷനും കൂടെ വന്നിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്പെക്ട്രം ഓഡിറ്റ് റിപ്പോർട്ടിനെ പറ്റിയാണ്. 2010 നവംബറിൽ പാർലമെൻറ്റിൽ CAG പ്ലേസ് ചെയ്ത സ്പെക്ട്രത്തെ പറ്റിയുള്ള ഓഡിറ്റ് റിപ്പോർട്ടിനെ പറ്റിയാണ് ഞാനിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനെപ്പറ്റി വളരെ ബ്രീഫായിട്ട് കാര്യമാത്ര പ്രസക്തമായിട്ട് ഞാൻ പറയാം. സ്പെക്ട്രം ഒരു നാഷണൽ അസറ്റാണെന്ന് ഉള്ളൊരു റെക്കഗ്നേഷൻ വന്നത് 1999 അന്ന് നാഷണൽ ടെലികോം പോളിസി പ്രഖ്യാപിച്ചു. അതനുസരിച്ച് സ്പെക്ട്രത്തിൻ്റെ ഷെയറിങ്ങിൽ ഒരു റവന്യൂ ഷെയറിംഗ് റെജീം നിലവിൽ വന്നു. അപ്പോൾ 2001 തൊട്ട് 2008 വരെ ടെലികോം സെക്ടറിൽ വമ്പിച്ച ഒരു വളർച്ച ഉണ്ടായി. അങ്ങനെയിരിക്കെ 2008 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ് 120 ലൈസൻസസ് മൊബൈൽ സർവീസ് ഓപ്പറേറ്റേഴ്സിന് വേണ്ടി കൊടുക്കുകയുണ്ടായി. 120 ലൈസൻസസ്. അറ്റ് വാട്ട് പ്രൈസ്? 2001 പ്രൈസ്. 2008 2001 പ്രൈസ്. അത് ഭയങ്കരമായിട്ട് ലോസ് ഉണ്ടാക്കി എന്നുള്ളതിനെ പറ്റി വലിയ വിവാദങ്ങളൊക്കെ വന്നു. അങ്ങനെയാണ് CAG റിപ്പോർട്ട് എഴുതിയത്. CAG അത് ആ നഷ്ടം 2001 റേറ്റ് അനുസരിച്ച് ഇത് പ്രൈസ് ചെയ്തുകൊണ്ട് വന്ന നഷ്ടം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. കാരണം 2001 തൊട്ട് 8 കൊല്ലത്തെ മാറ്റങ്ങൾ, ഒരുപാട് വേരിയബിൾസ് ഉള്ള ഒരു കേസാണിത്. സ്പെക്ട്രം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ച് ഇത് നഷ്ടം അസസ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് വന്നത്. അപ്പോൾ CAG അഡോപ്റ്റ് ചെയ്തത് ഒരു പ്രിസംപ്റ്റീവ് മെത്തേഡാണ്. അത് കുറ്റം പറയാൻ പറ്റില്ല, വേറെ മാർഗ്ഗമില്ല. അസ്യൂം ചെയ്യുക ലോസ്. അതിന് 3 തരത്തിൽ ആണ് അത് ചെയ്തത് CAG. ഒന്ന്, എസ്റ്റെൽ എന്നുള്ള ഒരു കമ്പനി, എസ്റ്റെൽ എന്ന കമ്പനി ഒരു ഡയറക്റ്റ് ഓഫർ 2007 നവംബറിൽ നടത്തിയായിരുന്നു. 10 കൊല്ലത്തെ മൊബൈൽ ഓപ്പറേഷന് വേണ്ടി 65,909 രൂപ റവന്യൂ ഷെയറിംഗ് ആയിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കാമെന്നുള്ള ധാരണയിൽ അങ്ങനെ ഒരു ഓഫർ, ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ഓഫർ കൊടുത്തിരുന്നു. ആസ് അഗൈൻസ്റ്റ് ദാറ്റ് ഗവൺമെൻറ് കിട്ടിയത് 12,386 കോടി രൂപയാണ് ആക്ച്വലായിട്ട് കിട്ടിയത്. അപ്പോൾ അത്രയും ആ വ്യത്യാസം
കൊടുക്കാഞ്ഞുകൊണ്ട്, എസ്റ്റലിന് കൊടുക്കാഞ്ഞുകൊണ്ട് ആ വ്യത്യാസം നഷ്ടം എന്നുള്ളതാണ് CAGയുടെ ആദ്യത്തെ അനുമാനം. ഒന്നത്. 2, 120 കമ്പനികൾ, 120 ലൈസൻസസ് പല കമ്പനികൾക്കായിട്ട് ഇഷ്യൂ ചെയ്തു. പല കമ്പനികളും ഈ ലൈസൻസ് കിട്ടാൻ വേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കമ്പനികളുമായിരുന്നു. പക്ഷെ വേറെ ഒരു ആക്ടിവിറ്റിയും ഇല്ലാഞ്ഞിട്ടൂടെ ഈ ലൈസൻസിൻ്റെ കെയർ ഓഫിൽ ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആ കമ്പനികൾക്ക് കിട്ടിയുണ്ട്. അവരുടെ ഇക്വിറ്റിയിലേക്കുള്ള ഇൻഫ്ലോ ആയിട്ട് ഒരുപാട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. അതിൻ്റെ ഫലമായിട്ട് ആ കമ്പനികളിൽ വളരെ ഗണനീയമായ വാല്യൂ അഡീഷൻ ഉണ്ടായി. അത് 58,000 കോടി രൂപ തൊട്ട് 68,000 കോടി രൂപ വരെയുള്ള വാല്യൂ അഡീഷൻ ആ കമ്പനികൾക്കുണ്ടായി. ഈ ലൈസൻസ് കിട്ടിയതിൻ്റെ ഒരേ ഒരു കാരണം കൊണ്ട് മാത്രം. അതും നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഗവൺമെൻറ് കിട്ടിയ 12,000 ചില്ലുവാനും കോടി രൂപയുടെ അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ നഷ്ടം അത് അങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. മൂന്നാമത്തെയാണ് വളരെ വിവാദമായ പ്രിസംപ്റ്റീവ് ലോസ് എന്ന് പറയുന്ന 1,76,645 രൂപ. അത് കമ്പയർ ചെയ്ത് പിന്നീട് നടന്ന, ഇത് 2G സ്പെക്ട്രത്തെ പറ്റിയായിരുന്നു ഓഡിറ്റ് റിപ്പോർട്ട്, പിന്നീട് നടന്ന് 3G സ്പെക്ട്രവുമായിട്ട് അത് ഓപ്ഷനായിരുന്നു. ഇതുപോലെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ബേസിസിലല്ല കൊടുത്ത്, 2G പോലെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ബേസിസിലല്ല കൊടുത്ത് ഓപ്ഷൻ നടത്തി കിട്ടിയത്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം 1,76,645 കോടി രൂപയുടെ നഷ്ടം, പ്രിസംപ്റ്റീവ് ലോസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ മൂന്ന് ഇതും നിരത്തി വെച്ചിട്ടുണ്ട് CAG ഓഡിറ്റ് റിപ്പോർട്ടിൽ. അല്ലാതെ ഇത്രയും നഷ്ടം വന്നു എന്ന് നിർബന്ധം പിടിക്കുന്നുമില്ല. അത് മാത്രമല്ല, ഈ 2Gയും 3Gയുമായിട്ടുള്ള കമ്പാരിസൺ അത് ടെനബിളാണെന്നുള്ളത് ടെലികോം റെഗുലേഷൻസ് അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ 3 ഒബ്സർവേഷൻസാണ് CAG നടത്തിയിരിക്കുന്നത്. അല്ലാതെ എക്സാഗറേറ്റ് ചെയ്ത് ഇത്രയും നഷ്ടം വന്നു എന്ന് നിർബന്ധം പിടിക്കുന്നില്ല. നഷ്ടം വന്നു, അത് എത്രയാണെന്ന് പിടിയില്ല. ഇതൊരു പ്രിസംഷൻ മാത്രം. അത് 58,000 കോടി തൊട്ട് 1,76,645 കോടി വരെ ആകാം എന്ന് മാത്രമേ CAG പറഞ്ഞിട്ടുള്ളൂ. ഏതായാലും ഭീമമായ നഷ്ടം ഉണ്ടായിട്ടുള്ളത് ആർക്കും അത് തള്ളി പറയാൻ പറ്റില്ല. ഇതാണ് ഓഡിറ്റ് റിപ്പോർട്ട്, ഇതാണ് പശ്ചാത്തലം. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പ്രധാനമന്ത്രിയുടെ പേര് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉണ്ടായിരുന്നു, പക്ഷേ പോസിറ്റീവായിട്ടുള്ളതായിരുന്നു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇങ്ങനെ പോയാൽ പോരാ, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ബേസിസിലുള്ള ഇതിന് അലോട്ട്മെൻറ്റിന് എതിരായിരുന്നു. ഓപ്ഷൻ വേണം, ട്രാൻസ്പെറൻസി വേണം എന്ന് നിർബന്ധം പിടിച്ചിട്ടും അത് ഇഗ്നോർ ചെയ്യുകയാണ് ഉണ്ടായത്. അതും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം പ്രധാനമന്ത്രിക്കെതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കെ പ്രധാനമന്ത്രിയുടെ പേര് ഒഴിവാക്കണമെന്നും പറഞ്ഞ് ഒരു MP പ്രഷറൈസ് ചെയ്തു എന്ന് പറയേണ്ട കാര്യം പോലും ഇല്ല. എനിക്ക് മനസ്സിലാകുന്നില്ല അത്. അപ്പം അതാണ് അതിൻ്റെ പശ്ചാത്തലം. അപ്പം ഈ CAG ഇങ്ങനെ ഒരു ക്ഷമാപണം, മുൻ CAG ഇങ്ങനെ ഒരു ക്ഷമാപണം നടത്തിയുകൊണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ക്രെഡിബിലിറ്റിയെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന് പറയാനാണ് ഞാൻ ഈ ടോക്ക് നടത്തിയിരിക്കുന്നത്. നന്ദി, നമസ്കാരം.